ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തേഫാനോസ് കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ഘാതകന്മാർ തനിക്ക് സംസാരിക്കുവാനായിട്ടുള്ള ഒരു അനുവാദം കൊടുത്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം വിശുദ്ധ ബൈബിളിലെ പ്രവൃത്തികളുടെ പുസ്തകം 7-8 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്തേഫാനോസ് താൻ വധിക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ ഘാതകരായ ന്യായാധിപരോട് പ്രസംഗിക്കുന്നത്. ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 7 അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം. പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപ് മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. വാക്യം 3, നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ആ ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. സ്തേഫാനോസ് അബ്രഹാമിനെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുകയാണ്. അബ്രഹാമിനെ വിളിച്ച് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുകയാണ്. ആഴമേറിയ ഒരു വിഷയം താനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളും ചിന്തിക്കുവാൻ പോകുന്നത് അബ്രഹാമിനെക്കുറിച്ചാണ്. ഇന്ന് മനുഷ്യരുടെ ഇടയിൽ അബ്രഹാമിനെ പോലെ ആദരിക്കപ്പെടുന്ന, അറിയുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയും. 4000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അബ്രഹാമിനെ അറിയുന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജൂതന്മാർ തങ്ങളുടെ പിതാമഹാനായിട്ടാണ് അബ്രഹാമിനെ കാണുന്നത്. അബ്രഹാമിൻ്റെ മക്കളാണ് ജൂതന്മാർ. ലോകമെമ്പാടുമുള്ള അറബികൾ സൗദി അറേബ്യയിലും ഇറാഖിലും ഇറാനിലും UAE-യിലും കുവൈറ്റിലും ഖത്തറിലും ഒമാനിലും ഒക്കെ പാർക്കുന്നതായിട്ടുള്ള അറബികൾ അബ്രഹാം തങ്ങളുടെ പിതാവാണ് എന്ന് അവകാശപ്പെടുകയാണ്. ഇവരൊക്കെ അക്ഷരാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ചവരുമാണ്. അവർക്ക് ഇന്ന് രാജ്യങ്ങൾ ഉണ്ട്. ലോകരാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഒരു കുടുംബ സ്വത്തായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇസ്രയേൽ രാജ്യം, സൗദി അറേബ്യ, ഖത്തർ, UAE, അബുദാബി, ഷാർജ, ദുബായ്, കുവൈറ്റ്, ഇതൊക്കെ അബ്രഹാമിൻ്റേതാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ പാർക്കുന്ന സ്ഥലമാണ്, അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ് എന്നവർക്ക് പറയുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മക്കൾക്ക് രാജ്യങ്ങൾ ഇന്നും ഭൂമിയിലുള്ളത് ഈ അബ്രഹാമിനെ മാത്രമാണ്. ഏറ്റവും കൂടുതലധികം ആൾക്കാർ തന്നെ പിതാവെന്ന് വിളിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജൂതന്മാർ തന്നെ പിതാവെന്ന് വിളിക്കുന്നു, സത്യമാണത്. ലോകമെമ്പാടുമുള്ള അറബികൾ അദ്ദേഹത്തെ പിതാവെന്ന് വിളിക്കുന്നു, അക്ഷരാർത്ഥത്തിൽ അത് സത്യമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അബ്രഹാമിനെ ആത്മീയ പിതാവായിട്ട് അംഗീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അബ്രഹാമിനെ അവരുടെ ആത്മീയ പിതാവായിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെയും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെയും ലോകമെമ്പാടുമുള്ള ജൂതന്മാരെയും ലോകമെമ്പാടുമുള്ള അറബികളെയും കൂട്ടിയാൽ അത് ഇന്നത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ജനങ്ങളാകും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ഒരു മനുഷ്യനെ പിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അബ്രഹാമിനെ കുറിച്ച് മാത്രമാണ്, അബ്രഹാമിനെ മാത്രമാണ്.
അതുമാത്രമല്ല, ലോകത്തിലെ 3 മതങ്ങൾ ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അബ്രഹാമാണ്. നമുക്ക് ജൂതന്മാരെക്കുറിച്ചും ക്രൈസ്തവരെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചുമൊക്കെ പഠിച്ചാൽ ഇവർ തമ്മിലൊരു സൗഹാർദ്ദമുണ്ടെങ്കിലും ചരിത്രം പഠിച്ചാൽ എപ്പോഴും വലിയ എതിർപ്പുകളാണ്. ജനലക്ഷങ്ങൾ കൊല്ലപ്പെടുന്ന യുദ്ധങ്ങളും വർഗീയ കലാപങ്ങളും ഈ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ജൂതമതത്തിന് മുസ്ലിം മതത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ക്രൈസ്തവ മതത്തിന് ഇസ്ലാം മതത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജൂതന്മാർ മുസ്ലിങ്ങളുടെ പേരുകൾ തങ്ങളുടെ മക്കൾക്ക് ഇടാറില്ല. ക്രൈസ്തവർ മുസ്ലിങ്ങളുടെ പേരുകൾ തങ്ങളുടെ മക്കൾക്ക് ഇടാറില്ല. എന്നാൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ ആദരിക്കുന്നു, ഒരുപോലെ അംഗീകരിക്കുന്നു. അബ്രഹാമിൻ്റെ പേരുകൾ ഇബ്രാഹിം, ഏബ്രഹാം എന്നൊക്കെ ഉള്ള നിലയിൽ മലയാളികളും ഇംഗ്ലീഷുകാരും മുസ്ലിങ്ങളും ക്രൈസ്തവരുമൊക്കെ ഇന്നും ഇട്ട് ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഇന്ന് ലോകത്തിലെ മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ അവർ മിക്കവാറും എല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ്. രാഷ്ട്രീയ മേഖലകളിൽ കാറൽ മാർക്സിനെ കുറിച്ച് ചിന്തിച്ചാലും, ശാസ്ത്രീയ ലോകത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ചിന്തിച്ചാലും, മനഃശാസ്ത്ര ലോകത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് ചിന്തിച്ചാലും, ഇന്ന് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനങ്ങൾ വാങ്ങിയവരെക്കുറിച്ച് ചിന്തിച്ചാലും, വാർത്താ വിനിമയ മേഖലകളിൽ ഗൂഗിൾ മാപ്പിങ്ങും ഫേസ്ബുക്കും വാട്സാപ്പും തുടങ്ങിയ മേഖലകളിൽ വന്നവരെക്കുറിച്ച് പഠിച്ചാലും, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, പല ശാസ്ത്രീയ മേഖലകളെക്കുറിച്ച് പഠിച്ചാലും അതിലൊരു അബ്രഹാമിൻ്റെ മകനെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ സമുന്നതമായ നിലയിൽ തന്നെ അബ്രഹാമിൻ്റെ മകനെ കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ധനികരെക്കുറിച്ച് പഠിച്ചാലും അബ്രഹാമിൻ്റെ മക്കളെ അവിടെ നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ആത്മീക ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആത്മീക ലോകത്തിൽ അനവധി അനുഗ്രഹങ്ങൾ, അനവധി നേതൃത്വങ്ങൾ നൽകിയ ആൾക്കാരുണ്ട്. മോശയെപ്പോലുള്ളവർ, അതുപോലെ ദാവീദിനെ പോലുള്ളവർ, അതുപോലെ അപ്പോസ്തലനായ പൗലോസിനെ പോലുള്ളവർ, അവരൊക്കെ അബ്രഹാമിൻ്റെ മക്കളാണ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒഴികെ ബാക്കിയുള്ളതെല്ലാം അബ്രഹാമിൻ്റെ മക്കളിലൂടെയാണ് എഴുതുവാനായിട്ട് ദൈവം അനുവദിച്ചത് എന്നുള്ളതും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മാനവ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ 4000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഇറാഖിലെ മെസൊപ്പൊട്ടേമിയയിൽ ജനിച്ച ഒരു മനുഷ്യനായ അബ്രാം എന്ന അബ്രഹാമാണ്. എന്താണ് ഈ മനുഷ്യൻ, ഇദ്ദേഹം ഇത്രയധികം ആദരിക്കപ്പെടാനിടയായത്? 4000 വർഷമായിട്ടും ഓരോ ദിവസം കഴിയും തോറും തന്നോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു, തന്നെ അറിയുന്നവർ വർദ്ധിക്കുന്നു, തന്നെ അംഗീകരിക്കുന്നവർ വർദ്ധിക്കുന്നു. എന്താണിതിന് കാരണം? അദ്ദേഹം ആരായിരുന്നു? ഒരു കവിയായിരുന്നു, ഒരു പ്രഭാഷകനായിരുന്നു, ഒരു ഗായകനായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു കോടീശ്വരനായിരുന്നു, ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഭരണകർത്താവായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ലായിരുന്നു, അല്ലായിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ മറുപടി. പിന്നെ ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ തൊഴിലെന്തായിരുന്നു? അദ്ദേഹം കന്നുകാലികളെയും ആടുകളെയും മാടുകളെയും ഒക്കെ വളർത്തി ജീവിച്ച ഒരു മനുഷ്യനാണ്. അനേക ധനികരുടെ സ്ഥലത്ത്, മമ്രിയെപ്പോലുള്ള ധനികരുടെ സ്ഥലത്ത് കുടിയേറി പാർത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പുസ്തകങ്ങളൊന്നും രചിച്ചിട്ടില്ല, പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല, കവിതകളൊന്നും രചിച്ചിട്ടില്ല, ചരിത്ര പുസ്തകങ്ങളൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല, പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നിട്ടും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു ചരിത്രമുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ മക്കളെ മാറ്റി നിർത്തിയ ഒരു ശാസ്ത്രമുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ മക്കളെ മാറ്റി നിർത്തിയ ധനികരുണ്ടോ?
അദ്ദേഹത്തിൻ്റെ മക്കളെ മാറ്റി നിർത്തിയാൽ ഇന്നത്തെ രാജ്യങ്ങളുടെ അവസ്ഥകൾ എന്തായിത്തീരും? എന്താണ് ഈ അബ്രഹാം ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാനും ജനകോടികൾക്ക് അനുഗ്രഹമായി തീരുവാനുമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തെഫാനോസ് താൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് നടത്തിയ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം വായിച്ച അത് വേദഭാഗത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇറാഖിലെ മെസൊപ്പൊട്ടോമിയയിൽ അദ്ദേഹം താമസിക്കുന്ന കാലത്ത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് സത്യദൈവം ആരാണെന്ന് ജനം അറിയാതിരുന്ന കാലത്ത് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും മൃഗങ്ങളെയും വായുവിനെയും വെള്ളത്തെയും ചില മനുഷ്യരെയുമൊക്കെ ദൈവമായി കണ്ട് അവരെ ആരാധിച്ചിരുന്ന കാലത്ത് അവർ ഉണ്ടാക്കിയ രൂപങ്ങളുടെ മുൻപിൽ വണങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ദൈവത്തെക്കുറിച്ച് കേവലം സങ്കല്പങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം അദ്ദേഹത്തെ വിളിക്കുകയാണ്, പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതിനു മുൻപ് അങ്ങനൊരു ദൈവത്തെ തനിക്ക് അറിഞ്ഞുകൂടാ. തന്നോട് സംസാരിച്ച ഒരു ദൈവത്തെക്കുറിച്ച് അതിനു മുൻപ് കേട്ടിട്ടില്ല, അനുഭവമില്ല. എന്നാൽ ഈ വലിയ മനുഷ്യൻ താൻ അതുവരെയും കേട്ടിട്ടില്ലാത്ത, അതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത, അതുവരെയും ആരാധിച്ചിട്ടില്ലാത്ത തേജോമയനായ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, സത്യദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ തന്നോടുള്ള കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ആ മെസൊപ്പൊട്ടോമിയയുടെ വളക്കൂറുള്ള മണ്ണിൽ നിന്ന്, ആ കൂട്ടുകുടുംബങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാം വിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനെയാണ് 4000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അബ്രാം എന്ന അബ്രഹാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിലനിൽക്കുന്ന അനുഗ്രഹം, ചരിത്രത്തിന് മായ്ക്കുവാൻ കഴിയാത്ത അനുഗ്രഹം, മറ്റനേകർക്ക് നാം ഒരു അനുഗ്രഹമായി തീരുന്ന അവസ്ഥ, നമ്മുടെ മരണത്തിൻ്റെ ശേഷവും നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകത്തക്ക നിലയിൽ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുവാൻ ഇടയാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവേശ്വരനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സകലത്തെയും നിർമ്മിച്ച, സംസാരിക്കുന്ന, കേൾക്കുന്ന, നടക്കുന്ന, പ്രവർത്തിക്കുന്ന, ജീവനുള്ള, തേജസ്സുള്ള ദൈവത്തെ അറിയുക, അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അറിയുകയും ദൈവത്തെ അംഗീകരിക്കുകയും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, ആ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ യാത്രയിൽ തൻ്റെ സഹോദരപുത്രനായ ലോത്തും കൂടെ കൂടുന്നുണ്ട്. ഇത് നമുക്ക് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും തന്നോടൊപ്പം കൂട്ടുന്നുണ്ട്. കാരണം തൻ്റെ സഹോദരൻ മരിച്ചിരുന്നു, ലോത്തിൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു അനാഥനായി തീർന്ന ആ യുവാവിനെ അബ്രഹാം തൻ്റെ കൂടെ കൂട്ടി. തൻ്റെ കന്നുകാലികളെയും ആടുമാടുകളെയും നോക്കേണ്ടതിന് വേണ്ടി ഒരു പണിക്കാരനെ കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിലല്ല, അനാഥനായി തീർന്ന തൻ്റെ സഹോദരപുത്രനെ അബ്രഹാം തന്നോടൊപ്പം കൂട്ടിയത്. അവനുമൊരു കുടുംബമുണ്ടാകണം, അവനുമൊരു സമ്പത്തുണ്ടാകണം, അവനുമൊരു ജീവിതമുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ ലോത്തിനും അവന് സ്വന്തമായ ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ വളർത്താനും അതിനെ പരിപോഷിപ്പിക്കാനും ഒക്കെ അബ്രഹാം അവന് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അങ്ങനെ ഇവരുടെ ജീവിതയാത്രയിൽ ഈ ആടുമാടുകൾ വർദ്ധിച്ചു. ആടുമാടുകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. വെള്ളത്തിൻ്റെ പേരിലും പുല്ലിൻ്റെ പേരിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഇത് അബ്രഹാം അറിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ വളർത്തുമകനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, മകനെ, നമ്മൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്, നമ്മൾ വിജാതികളുടെ ഇടയിൽ താമസിക്കുന്നവരാണ്, അവർക്ക് സത്യദൈവത്തെക്കുറിച്ച് അറിവൊന്നുമില്ല, നമ്മളിലൂടെയാണ് അവർ ദൈവത്തെ അറിയേണ്ടത്. പക്ഷേ നമ്മൾ
ഇവിടെ വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി. പുല്ലിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും സ്ഥലത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വഴക്കുണ്ടാക്കി. ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിക്കരുത്. ഈ നന്മകളൊക്കെ ദൈവമാണല്ലോ നൽകിയത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ ഞാനൊരു മാർഗം പറയാം. നമുക്ക് സെപ്പറേറ്റ് ആകാം. എന്നിട്ട് നിനക്കിഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തുകൊള്ളുക. അതിൻ്റെ ചോയ്സ് ഞാൻ നിനക്ക് നൽകുകയാണ്. എനിക്കാണ് സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്നെനിക്കറിയാമെങ്കിൽ പോലും നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നിട്ട് നീ അവിടേക്ക് പോകുക എന്ന് അബ്രഹാം പറയുകയാണ്. ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ കന്നുകാലികൾക്ക് പറ്റിയതെല്ലാം ആ യോർദാൻ്റെ മേഖലകളാണ്, ആ നദീതീരങ്ങളാണ്. ഇവിടെ ധാരാളം പുല്ലുകളുണ്ട്. ആ മേഖല തിരഞ്ഞെടുത്ത് ഈ ലോത്ത് അവിടേക്ക് നീങ്ങുകയാണ്. അബ്രഹാം പിന്നീടും മുൻപോട്ട് തന്നെ യാത്ര ചെയ്യുന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും അബ്രഹാമിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ്. നമ്മളുടെ സ്വഭാവം ചില ഭൗതിക കാര്യങ്ങൾ വരുമ്പോഴാണ്, നമ്മുടെ കുടുംബ സ്വത്തുകളൊക്കെ വീതം വെക്കുന്ന ആ സമയം വരുമ്പോൾ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത്. ദൈവനാമം ദുഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ സുരക്ഷിതമാകണം, അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ സമ്പത്തായിരുന്നില്ല തനിക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. സമ്പത്തായിരുന്നെങ്കിൽ താൻ മെസൊപ്പൊട്ടേമിയയിൽ പാർത്താൽ മതിയായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം താൻ അറിഞ്ഞ ദൈവത്തിൻ്റെ നാമം കേവലം പുല്ലിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയും ആടുമാടുകൾക്ക് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും കളഞ്ഞു കുളിക്കരുത്, അത് അപമാനിക്കരുത്, നിന്ദിക്കരുത് എന്നുള്ളത് അബ്രഹാമിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ മക്കളാണ് ലോത്തിനേക്കാളും ലോത്തിൻ്റെ മക്കളെക്കാളും അന്നും ഇന്നും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. ദൈവത്തിന് വേണ്ടി നാം ചിലതൊക്കെ നഷ്ടമാക്കിയാൽ അതായിരിക്കും പിൽക്കാലങ്ങളിൽ നമ്മുടെ ലാഭം എന്നുള്ള കാര്യം മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, വെറുതെ കിട്ടുന്നതെല്ലാം ഓടിച്ചെന്ന് കുട്ടി ധനികനാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറ മരിക്കുകയാണ്. സാറ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സെമിത്തേരിയെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കാനായി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം അപ്പോഴും പരദേശിയായിട്ട് പാർക്കുകയാണ്. നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിന് വളരെ ബഹുമാനമുണ്ട്. മക്ബേല ഗുഹയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും അതിൻ്റെ ഉടമസ്ഥരുമൊക്കെ അബ്രഹാമിനെ ആദരിക്കുന്നവരാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് അബ്രഹാം പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചു, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ അടക്കേണ്ടതിന് അല്പ സ്ഥലം നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ പാർക്കുന്ന ഒരു പ്രഭുവാണ്, അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്, ഈ ദേശം മുഴുവൻ അങ്ങയുടെ മുൻപിൽ കിടക്കുകയാണ്, അതങ്ങ് എടുത്തുകൊള്ളൂ, അങ്ങക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തുകൊള്ളൂ, ഞങ്ങൾ നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുകയാണ്, എനിക്ക് സൗജന്യമായിട്ട് വേണ്ട, തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ആ മക്ബേല ഗുഹ തരണം, അതിന് പണവും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് ആ പണം കൊടുത്ത് ആ മക്ബേല ഗുഹ താൻ വാങ്ങുകയാണ്. അവിടെയാണ് തൻ്റെ ഭാര്യയെ അടക്കിയത്. ആ മക്ബേല ഗുഹ ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹെബ്രോനിൽ അത് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് മുസ്ലിം സഹോദരന്മാർ സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം, സോദോം രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, ഈ സമ്പത്തുകളെല്ലാം അങ്ങെടുത്തുള്ളൂ, ജനത്തെ മാത്രം എനിക്ക് തന്നാൽ മതി. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഈ സോദോം രാജാവും തൻ്റെ സ്നേഹിതരുമായിട്ടുള്ള മറ്റ് 4 രാജാക്കന്മാരെ, അങ്ങനെ 5 രാജാക്കന്മാരെ ശത്രു സൈന്യം കീഴടക്കി. 4 രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ വന്ന ശത്രു സൈന്യം ഇവരെ കീഴടക്കി, ഇവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി. സോദോം രാജാവ് ഒരു കീൽക്കുഴിയിൽ ചാടി, ഏതായാലും അയാൾ രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ ഈ ലോത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. ഇതറിഞ്ഞ് അബ്രഹാം ഈ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തിയിട്ട് ആ ജനത്തെയും ആ സ്വത്തും മടക്കി കൊണ്ടുവരികയാണ്. സോദോം രാജ്യത്തിലെ സ്വത്തെന്ന് പറഞ്ഞാൽ കിൻഡൽ കണക്കിന് സ്വർണവും വെള്ളിയും ഒക്കെയാണ്. അതെല്ലാം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സോദോം രാജാവ് വളരെ സന്തോഷവാനായിട്ട്, താൻ രക്ഷപ്പെട്ടല്ലോ, തൻ്റെ ജനം രക്ഷപ്പെട്ടല്ലോ, തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് മടക്കി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിന്നിട്ട്
അബ്രഹാമിനോട് പറയുകയാണ്, ഈ സമ്പത്തുകളെല്ലാം, ഈ ടൺ കണക്കിന് ഈ സ്വർണമെല്ലാം, ഈ രത്നവും മുത്തുമെല്ലാം അങ്ങേക്കിരിക്കട്ടെ, ജനത്തെ മാത്രം എനിക്ക് തന്നാൽ മതി. ഉടനെ ആ സന്ദർഭത്തിൽ അബ്രഹാം പറയുന്നത് കേൾക്കണമോ? സോദോം രാജാവേ, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ആരും പറയരുത്, ചരിത്രകാരന്മാർ എഴുതരുത്. എൻ്റെ ദൈവം എന്നെ സമ്പന്നനാക്കിയാൽ അതെനിക്ക് മതി. അതുകൊണ്ട് നിൻ്റെ ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും എനിക്ക് വേണ്ട എന്ന് ആ രത്നങ്ങളെയും ആ മുത്തുകളെയും ആ സ്വർണ്ണക്കട്ടികളെയും നോക്കിക്കൊണ്ട് അബ്രഹാം പറഞ്ഞു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. നീയോ ദൈവമനുഷ്യനായുള്ളവേ അത് വിട്ടോടിപ്പോകണമെന്നാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പത്തുകളിൽ മനം മയങ്ങി അത് നേടിയെടുക്കാൻ മനുഷ്യൻ ഇന്ന് നടത്തുന്ന നീചമായ കാര്യങ്ങൾ, കൊലപാതകങ്ങൾ, കള്ളത്തരങ്ങൾ, വഞ്ചനകൾ, ചതികൾ, അത് മുഖാന്തരം ഒഴുകിയ കണ്ണുനീർ കയങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് ഇങ്ങനെ സമ്പാദിച്ച ധനികരുടെ ചരിത്രവും ഇപ്പോഴത്തെ അവരുടെ തലമുറയുടെ ചരിത്രവുമൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ തീരുമാനമായിരുന്നു നല്ലത് എന്ന് മനസ്സിലാക്കുവാനായി കഴിയും. അബ്രഹാമിന് ലഭിച്ച സമ്പത്ത് മുഖാന്തരം താൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അത് തനിക്ക് ദോഷമായി തീർന്നില്ല, അത് തനിക്ക് വേദനയായി തീർന്നില്ല. കാരണം അത് സോദോം രാജാവിൻ്റെയോ സൗജന്യമായി നൽകുവാനായിട്ട് ഓടി വരുന്നവരുടെ മുൻപിൽ നിന്നോ തന്ത്രങ്ങൾ ഉപയോഗിച്ചോ നേരായ മാർഗങ്ങൾ ഉപയോഗിച്ചോ നേടിയതൊന്നുമായിരുന്നില്ല. ദൈവം നൽകാത്ത ഒരു സമ്പത്തും എനിക്ക് വേണ്ട, ദൈവം നൽകിയ സമ്പത്ത് മാത്രം എനിക്ക് മതി എന്നുള്ള അബ്രഹാമിൻ്റെ തീരുമാനം കേവലം പ്രസംഗത്തിൽ മാത്രമായിരുന്നില്ല, പാട്ടിൽ മാത്രമായിരുന്നില്ല, പ്രായോഗിക തലത്തിൽ അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തലമുറകൾ ഇന്നും അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിൻ്റെ മക്കളുടെ രാജ്യങ്ങളിൽ നിന്ന്, അബ്രഹാമിൻ്റെ മക്കളായ ധനികരിൽ നിന്ന്, ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹങ്ങൾ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവർ കീഴടക്കിയ അടിമകളെയും ധനവും എല്ലാം മടക്കിക്കൊണ്ടുവരുന്ന വേളയിൽ ജെറുസലേമിൻ്റെ രാജാവായ മൽക്കീസദേക്ക് അദ്ദേഹത്തെ എതിരേൽക്കുന്നുണ്ട്. അദ്ദേഹം ദൈവത്തിൻ്റെ മഹാപുരോഹിതനായിരുന്നു. അബ്രഹാം തൻ്റെ ദശാംശം മുഴുവൻ, സകലത്തിലുമുള്ള ദശാംശം ആ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെയാണ് അബ്രഹാം സോദോം രാജാവിനോട് നിൻ്റെ ഈ സമ്പത്ത് എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. അനീതിപരമായ സമ്പത്ത് വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യൻ തനിക്ക് ദൈവം നൽകിയ സമ്പത്തിൻ്റെ ദശാംശം കൃത്യമായിട്ട് ശാലേം രാജാവ്, അദ്ദേഹം രാജാവാണ്, അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല, പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ മഹാപുരോഹിതനായതുകൊണ്ട് ദശാംശം മുഴുവൻ കൊടുക്കുകയാണ്. ദശാംശത്തിൻ്റെ ഉപദേശങ്ങളൊന്നും അന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എഴുതുവാൻ തുടങ്ങിയിട്ടില്ല, അതിൻ്റെ നിയമം വന്നിട്ടില്ല. ന്യായപ്രമാണം മോശയ്ക്ക് ശേഷമാണല്ലോ ഉണ്ടായത്. ന്യായപ്രമാണങ്ങളിലെ ഒരു ഉപദേശമാണ് ദശാംശമെന്നുള്ളത്. പക്ഷേ അതിനും ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം ദശാംശം കൊടുത്തു. അതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഈ 4000 വർഷം കഴിഞ്ഞിട്ടും ഈ അബ്രഹാമിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു സാമ്പത്തികമായിട്ട്. അവർ മുഖാന്തരം അനേക ദരിദ്രർ ഇന്നും സുഖമായി ജീവിക്കുവാൻ കാരണമായിത്തീരുന്നു. അടുത്തതായിട്ട് അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആതിഥ്യ മര്യാദയാണ്. താനൊരു കൂടാരത്തിൽ പാർക്കുന്ന വേളയിൽ 3 പേര് വരികയാണ്. ഏതോ പരദേശികൾ വിശന്ന് നടക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരുടെ പാദം ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ കൂടാരം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം, കസേരയൊന്നും തരാനില്ല, ഈ വൃക്ഷത്തിൻ്റെ തണലിലൊന്നും ഇരിക്കണം, അല്പം ഭക്ഷണമുണ്ടാക്കി നിങ്ങൾക്കൊന്ന് തരുന്നവരെ നിങ്ങൾ ക്ഷമയോടൊന്നിരിക്കണം എന്നപേക്ഷിക്കുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. ഭക്ഷണവുമായി അവിടേക്ക് വന്ന് അവരെ ശുശ്രൂഷിക്കുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവങ്ങളൊക്കെയാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടുള്ള കാരണം. മറ്റൊരു കാര്യം കൂടെ, അബ്രഹാമിന് ഒരൊറ്റ മകൻ മാത്രമുണ്ടായിരുന്ന സമയത്ത് ദൈവം ആ മകനെ ആവശ്യപ്പെടുകയാണ്. യാതൊരു മടിയും കൂടാതെ അബ്രഹാം ആ മകനെ ദൈവത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്തു സംഭവിച്ചു?
അബ്രഹാമിന് ജനിച്ച മക്കളെപ്പോലെ, ഇന്നും അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെപ്പോലെ ഭൂമിയിൽ ആർക്കാണ് മക്കളുള്ളത്? കോടിക്കണക്കിന് മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമൊക്കെയുള്ള ഒരു മനുഷ്യനല്ലേ അബ്രഹാം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്? ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവരാകാനും, ഇവിടെ ഉന്നതന്മാരാകാനും, ഇവിടെ ധനികരാകാനും, ഇവിടെ ബുദ്ധിരാക്ഷസന്മാരാകാനും, തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനും പലവിധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. അതൊക്കെ ന്യായമെങ്കിൽ, ബുദ്ധിയെങ്കിൽ ചെയ്തുകൊള്ളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ ആത്യന്തികമായ അനുഗ്രഹം ഈ ചിന്തകളിൽ ഒന്നുമല്ല എന്നുള്ള കാര്യം അറിയണം. സത്യദൈവത്തെ അറിയണം, അംഗീകരിക്കണം, ആരാധിക്കണം. ആ ദൈവത്തിന് അപമാനം വരാത്ത ഒരു ജീവിതം പണം വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ ഉണ്ടാകണം. ആതിഥ്യ മര്യാദ സൂക്ഷിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷമുള്ളവരാകണം. ദൈവം നൽകിയ നന്മകളിൽ നിന്ന് ദശാംശം കൊടുക്കുന്നവരായിരിക്കണം. മക്കളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ, വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും, വലിയ പണമില്ലെങ്കിലും, വലിയ കഴിവില്ലെങ്കിലും, വലിയ പ്രാസംഗികനല്ലെങ്കിലും, വലിയ പാട്ടുകാരനല്ലെങ്കിലും, വലിയ എഴുത്തുകാരനല്ലെങ്കിലും, വലിയ നേതാവല്ലെങ്കിലും, വലിയ ഭരണകർത്താവല്ലെങ്കിലും, ചരിത്രകാരന്മാർക്ക് നിങ്ങളൊരനുഗ്രഹമായിരുന്നുവെന്നും നിങ്ങൾ അനേകർക്ക് ഒരനുഗ്രഹമായിരിക്കുന്നു എന്നും ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് പോലെ ചരിത്രകാരന്മാർക്ക് നിങ്ങളെക്കുറിച്ചും പറയുവാനും എഴുതുവാനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിലേക്ക്, യേശുവിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ആ യേശുവിനെ നമുക്കനുസരിക്കാം. കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അബ്രഹാം സർവേശ്വരനായ ദൈവത്തെ അറിഞ്ഞപ്പോൾ അംഗീകരിച്ചു, ആരാധിച്ചു, അനുസരിച്ചു. ആ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ താൻ ജീവിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്ന് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നു. അവർ മുഖാന്തരം ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്നു. അബ്രഹാം സ്വർഗത്തിലും ഉണ്ടാവും. ദൈവമേ, ഞങ്ങളുടെയും ജീവിതത്തിൽ സർവേശ്വരനായ ദൈവത്തെ അറിഞ്ഞ്, അംഗീകരിച്ച്, അനുസരിച്ച് ആ ദൈവനാമം ദുഷിക്കപ്പെടാതെ ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.